സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ ഗൈസ്. ബസ് സിമുലേറ്റർ ഇന്ത്യയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ഈ ഒരു ഗെയിം റിലീസായ കാര്യം? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബസ് സിമുലേറ്റർ ഇന്ത്യയും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയും തമ്മിൽ എന്താണ് വലിയ വ്യത്യാസവും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഈ ഒരു ഗ്യാരേജിലോട്ട് വരികയാണെങ്കിൽ ഗൈസ്, മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് മോഡും അതുപോലെ തന്നെ ലിവറൊക്കെ അതേപോലെ തന്നെ ഇതിൽ കയറ്റാൻ പറ്റും. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ 3 മോഡാണ് നമുക്ക് അവൈലബിൾ: ഫ്രീ മോഡ്, കരിയർ മോഡ്, മൾട്ടിപ്ലെയർ മോഡ്. മറ്റ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂർ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഇതിൽ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ ഫ്രീ മോഡ് കളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മളെ മാപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ്റെ ഒരു മാപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൊച്ചി, എന്നാൽ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, പിന്നെ അഹമ്മദാബാദൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ മാപ്പ് വരാത്തതുണ്ട്. അതിന് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ വരുന്നതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ ഒന്ന് പോയി നോക്കാമെന്ന് നമ്മൾ പോകാൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ലോഡിങ് സ്ക്രീനൊക്കെ വരുന്നത് ഇതാണ്. ഇതിൽ ബസ് സിമുലേറ്റർ ഇന്ത്യ ഒരു ഡെസേർട്ട് വൈബാണ് ഗൈസ്. അത് ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാമെന്നാണ് ഗൈസ്. അപ്പോൾ വലിയ പ്രത്യേകത ഒന്നുമില്ല. നമ്മളിതപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ബസ് സ്റ്റാൻഡിലാണ് പോയിട്ടുള്ളത് തോന്നുന്നു. അവിടെ വലിയ വ്യത്യാസമൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സംഭവത്തിൻ്റെ കുറവുണ്ട് ഗൈസ്. നമ്മൾ കാർ പാർക്കിങ്ങിലൊക്കെ ഉള്ളതുപോലെ ഈ സ്റ്റിയറിംഗ് കൈ ഇങ്ങനെ വെച്ച് നിൽക്കണ പോലത്തെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടിയിരുന്നു. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടൊന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. ഓ ഗൈസ്, നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു നീല കളറിലൊരു ഓപ്ഷൻ കാണും. ഇതിവിടെ ഇല്ല കേട്ടോ ഗൈസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാകുമ്പോൾ നമുക്ക് ഇനി വീഡിയോ എടുക്കാനൊക്കെ സുഖമാവില്ല, ഒരു അലമ്പുണ്ടാവില്ല. പിന്നെ നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ ഇന്ത്യൻ്റെ ഒരു പോലെ തന്നെയാണ് ഗൈസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു പൊടിയും പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതൊക്കെ വണ്ടി കാര്യങ്ങളും ഇവിടെ 2 നിർത്തിയിട്ടുള്ളത്. എന്താണിത്? മൈ ലൈഫ് മൈ റൂൾസ്. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കൊച്ചിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ അവിടെ കൊച്ചി എന്ന് പറഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും ഇവിടെ ഒരു ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അതിന് നമുക്ക് ഇവിടെ നിന്ന് നേരെ ഓടിക്കാൻ വേറെ വൈബാണ് ഗൈസ്. ഇതെന്താ? കൊച്ചി വാട്ടർ മെട്രോ. ഇവിടെ വാട്ടർ മെട്രോ ഒക്കെ ഉണ്ട് ഗൈസ്. മുമ്പിലേതോ സ്കൂൾ കുട്ടിയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇതിലെ ഓട്ടം കുറച്ചും കൂടി മറ്റേ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ കുറച്ച് സ്പീഡ് കൂടുതലാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഇതിവിടെ ഒരാൾ നടന്നു തന്നെയുണ്ട്. ഞാൻ ഇതിവിടെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല ഗൈസ്, ഒരു സ്ഥലം മാറി ഇങ്ങനെ പോകും. അവിടെ മുമ്പൊക്കെ നിൽക്കുമ്പോൾ അവരിങ്ങനെ മാറി ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ആ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇതെന്താ റോഡിൻ്റെ നടുകൂടിയൊക്കെ നടന്നുകൊണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ മുമ്പിലോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. ഇത് ഓടിക്കാൻ വേറെ വൈബാണ് കേട്ടോ ഗൈസ്. ബസ് സിമുലേറ്റർ ഇന്ത്യ ഇറങ്ങുമെന്ന് ഞാൻ അത്രയൊന്നും ആലോചിച്ചതല്ല. അവിടെ എന്തൊക്കെയോ ഷോപ്പൊക്കെ നമ്മൾ കാണണം. നമ്മളൊന്നിവിടെ ഇറങ്ങി നോക്കാം ഗൈസ്. ഈ ഒരു ബസ്സിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ്. ആ ഒരു ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗായിട്ട് വന്നിട്ടുണ്ട്. ഒരു പഞ്ചാബി സ്റ്റൈലുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്താണത്? ഇവിടെ എന്താ പാലൊക്കെ ഉണ്ട്, വെള്ളം എടുക്കുന്ന കഥയെന്ന് തോന്നുന്നു. ഇതൊക്കെ അവിടെ നോക്കാം ഗൈസ്. എന്താണിത്? ബേൽപൂരി. ബേൽപൂരി മസാലപ്പൂരി ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ബേൽപൂരി ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. അപ്പോൾ അതെല്ലാം നൈസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോയി നോക്കാം ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ ഡേ ആൻഡ് നൈറ്റ് സൈക്കിളാണെന്ന്. കാരണം നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു രാവിലെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം വൈകിട്ടൊക്കെ ഉള്ള ആ ഒരു ഇരുട്ടായി തുടങ്ങുന്നുണ്ട് ഗൈസ്. നമ്മളിത് ഇവിടെ ഇറങ്ങി നോക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഇന്ത്യയിലാണ് ജനറൽ സ്റ്റോർ. നമുക്ക് ഇവിടെ സ്റ്റോറൊക്കെയാണ്, പലചരക്ക് കടയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്താണിത്? ഫാർമസി. ഇതെന്താണ് ഗൈസ്? ഫാർമസിയോ? ഫാർമസി ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. വൈബാണ്.
ഈ ഒരു ഓട്ടത്തിൻ്റെ സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ക്യാരക്ടർ എടുക്കുന്നതിൽ ഈ ഒരു അപ്പാപ്പനുണ്ട് ഗൈസ്. നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കാം. ക്യാമറയ്ക്ക് ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അതേപോലെ തന്നെ ആ സൂമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേശമൊക്കെ നടന്നുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ് ഗൈസ്? ഇതെന്താണ് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ എന്താ അവർ ഉദ്ദേശിച്ചത്? സൂപ്പർ, നീ സൂപ്പറാടാ ഗൈസ്. അതെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് നൃത്തമൊക്കെ ഈ ഊരൊക്കെ എടുത്ത് ഇതിവിടെ ഒരു പെട്ടി ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ ഗൈസ്. ഏതായാലും മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇപ്പോൾ. പെട്ടി ഓട്ടോറിക്ഷ അതേപോലെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പെട്രോൾ പമ്പൊക്കെ കാണുന്നുണ്ട്. ഏതായാലും നൈസായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി കയറി നോക്കാം. അവിടെ പെട്രോൾ പമ്പൊക്കെ അതവിടെ കാണുന്നുണ്ട്. ഓ ഇവിടെ ഇവനൊക്കെ എവിടെ നോക്കിയിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്? നമ്മൾ മിസ്റ്റേക്ക് ആയിരുന്നില്ലേ, സോറി. അങ്ങനെ നേരത്തെ ഇപ്പോൾ പോയതൊരു വാഗനറല്ല, ഒരു വാഗനറാണ് നേരത്തെ പോയത്. അതിൻ്റെ കൂടെ തന്നെ ഡിഫൻഡറും പോയി. നമ്മൾ ഏതായാലും ഇവിടെ നിന്ന് തന്നെ ഒരു ബെൻസതാ പോയിപ്പോ. ഓ ഏതായാലും ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. ഇവിടെ ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ട്. ഇത് ഫ്ലാറ്റ് തന്നെ അല്ലേ? അയ്യോ നൈസ്, തട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഫ്ലാറ്റ് തന്നെ അല്ലേ? ഒന്ന് അറിഞ്ഞു നോക്കാം. ഇവിടെ റെഡ് ലൈറ്റ് സിഗ്നലൊക്കെ കത്തിയിട്ടുണ്ട് ആ ഗൈസ്. അവിടെ ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ട്. ഞാൻ കാണിച്ചത് ഇത് കണ്ടില്ലേ ഗൈസ്? ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് എന്താണ് എന്തോ ഒരു ഷോപ്പ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡിഫൻഡർ പോയിട്ട് ഇവിടെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഞാൻ മെയിനായിട്ട് സാധനം കണ്ടല്ലോ, ഇതന്നെ. ഇതെന്താ നേരെ പോയ പാലക്കാട്, സൈഡിൽ പോയ തിരുവനന്തപുരം. ഇത് ടെർമിനാലി. ഇത് ഇവിടെ ഡാൻസിങ് ഒക്കെ തീരുണ്ടോ? ഓ ഇതിത്തെ ഡാൻസിങ് ഒക്കെ നൈസാണല്ലോ ഗൈസ്. കേരള സ്റ്റൈൽ. ഇതിനൊരു പാട്ടും കൂടി ഇട്ടെടുത്ത നൈസാവും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ബസ്സിനോട്ട് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. എന്നാലും ഇതിലൊരു ചെറിയ എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു വശപശൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഇനി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റെഡി ആയിക്കോളും. ഇവിടെ വേറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റോഡ് നിയമങ്ങളൊക്കെ ശരിയാണ് കേട്ടോ. ഇവിടെ രണ്ട് ട്രക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ എന്തായാലും റെസ്റ്റോറൻ്റ് ഒക്കെ കാണുന്നുണ്ട് ഗൈസ്. റെസ്റ്റോറൻ്റ് അല്ലേ? നമ്മൾ ഒന്ന് പോയി നോക്കാം. മഹർല റെസ്റ്റോറൻറ്റ്. എന്താണ് മഹർല റെസ്റ്റോറൻറ്റ്? ഓ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ വേറൊരു ഫാർമസി കാണുന്നുണ്ട്. അപ്പോൾ ഇത് വീടാണ് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ എത്രയോളം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലൊരു അടിപൊളി കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്.